മഞ്ഞമല ഞാൻ കാണിച്ചു കൊടുത്തില്ല അവർക്ക്. മഞ്ഞമല കാണിച്ചു കൊടുക്കാൻ പോണോ? ഒന്ന് ഞാൻ തിരിക്കാം. കുറച്ചുകൂടി നടന്നിട്ടാ നമ്മള് നടക്കാൻ പോയാണ്. ഏകദേശം 4 മണിക്കൂർ നടക്കാണ്ട്. 4 മണിക്കൂർ നടക്കാണ്ട്. വലിയൊരു മല ഉണ്ട് ഗൈസ്. മലേന്റെ മുകളിൽ കുറച്ച് ആൾക്കാരുണ്ടോ എന്ന് സംശയം. ഞാൻ കാണിച്ചു കൊടുത്താലോ അവർക്ക് മല. ഗൈസ് നോക്കൂ ഗൈസ്, മലേന്റെ മുകളിലേക്കാണ് നമ്മൾ പോകുന്നത് ഗൈസ്. അപ്പൊ ഗൈസ് നമ്മള് ഗുൽമർഗ് പോണ വഴിക്ക് റേറം കുൻസർ എന്ന് പറഞ്ഞ സ്ഥലത്ത് ഇറങ്ങിയിരിക്കുകയാണ്. ആപ്പിൾ തോട്ടം, ചെറിയൊരു ആപ്പിൾ ഗാർഡൻ ഉണ്ട്. ഇപ്പം സീസൺ അല്ലാത്തോണ്ട് മരത്തിന്റെ മുകളിലല്ലേ മരങ്ങളൊക്കെ പ്രിപ്പയർ ആയി നിൽക്കല്ലേ. ഇന്നത്തെ കാലത്തെ വരവേൽക്കാൻ വേണ്ടി മരങ്ങളൊക്കെ പ്രിപ്പയർ ആയിരിക്കാണ്, പൊഴിച്ചിട്ടിരിക്കാണ് വിന്ററിനെ വരവേൽക്കാൻ. ആപ്പിളിന്റെ അല്ല, ഇതാണ് ആപ്പിൾ ട്രീ വിത്തൗട്ട് ലീഫ് അല്ലേ? വിത്തൗട്ട് ലീഫ്. ഇതിന്റെ ബ്രാഞ്ചസ് ഒക്കെ കുറച്ച് മുറിച്ചേ എവിടെയൊക്കെ മുറിച്ച പാടില്ല. പക്ഷെ വേറൊരു കളറില്ലേ പെയിന്റ് അടിച്ച മാതിരി. അതെന്തിനാ അതിന്റെ തണ്ടൊക്കെ മുറിച്ച് വെക്ക്? അതിന് പുതിയ ഇലകൾ വരുമ്പോ നല്ല കരുത്തില് വരാൻ വേണ്ടി. അപ്പൊ കൂടുതൽ വിളവ് കിട്ടും ചെയ്താല്. കാദർബായി നമ്മൾ കൂടെ ഉണ്ട്. ഞങ്ങളിപ്പോ മൂത്ര വയ്ക്കാൻ വേണ്ടി പോവാണ്. ഞങ്ങൾ എന്താ കൂടി വിജനമായ ഒരു സ്ഥലത്തേക്ക് മൂത്ര വയ്ക്കാൻ വേണ്ടി പോവാണ്. ഒരാൾ ഒഴിച്ചു വരുന്നുണ്ട്. അപ്പൊ കുറച്ചുകൂടി കാലം കഴിഞ്ഞാൽ ചിലപ്പോ ഇവിടെ ഒക്കെ മഞ്ഞ് വയ്ക്കൂലേ? നല്ല മഞ്ഞ് മൂടി സെറ്റായി ഉണ്ടാവും. ഇവിടെ വെച്ചാലോ ഷോക്കടിക്കും. മഞ്ഞ് കോർണർ വണ്ടിയാണ് കേട്ടോ. ഒരു കഴുകി വൃത്തിയാക്കി വെക്കാണ്. റേഡിയേറ്റർ ഈ സൈഡിലല്ലേ? റേഡിയേറ്ററില് ചങ്ങല കെട്ടിയിട്ട് ഇത് വലിച്ചെടുക്കാല്ലേ? ഒരത് കഴുകി സെറ്റാക്കാണ്. കാരണം കുറച്ചും കൂടി കഴിഞ്ഞാല് ഈ ഏരിയ മൊത്തം മഞ്ഞായിരിക്കും. പിന്നെ വേറെ സ്ഥലത്തേക്കൊക്കെ മഞ്ഞ് കോരാൻ വേണ്ടി ഉപയോഗിക്കുന്ന ഒരു വണ്ടിയാണ്. ജീവിതത്തിൽ ആദ്യമായി മഞ്ഞ് കോരുന്ന ഒരു പ്രീമിയം വണ്ടിയുണ്ട്. അപ്പൊ ഗൈസ് നമ്മൾ ഗുൽമർഗ് പോണ വഴിക്ക് താൻമർഗ് താൻമർഗ് എന്ന സ്ഥലത്താണ് ഇപ്പോൾ ഉള്ളത്. എന്തായാലും ഇന്ന് നമ്മൾ മഞ്ഞ് കാണും. അതെ, സ്നോഫാൾ കിട്ടിയ അത്രയും ഭാഗ്യം. രാവിലെ ചെറുങ്ങനുണ്ടായിരുന്നു ഇവിടെ നമ്മളെ നാട്ടിലുണ്ടായിരുന്നു ചെറുതായിട്ട് കുഞ്ഞതായിട്ട്. അങ്ങനെ നമ്മളെ നാട്ടിൽ ശ്രീനഗറിൽ. നമ്മളെ നാട് ഇപ്പൊ ഇതൊക്കെ നമ്മളെ നാടാണല്ലോ. ഇന്ത്യ ഇസ് മൈ കൺട്രി എന്നാണല്ലോ. ഓ യൂറോപ്യൻ സ്റ്റൈലിൽ വാസിമാൻ ഉണ്ട് നമ്മുടെ കൂടെ. കറക്റ്റ് കാശ്മീരി ലുക്കില്ലേ അൻവർ നിക്കാ. വെളുത്ത് തൊടുത്ത് ചിന്തര കിട്ടപ്പൻ ഗോതമ്പല്ല, ആപ്പിള് മഞ്ഞ കളറ് ആപ്പിള്. സെറ്റല്ലേ? കുഞ്ഞിപ്പാത്തുവിന്റെ ഒരു മുട്ട്. നിങ്ങളൊക്കെ പിന്നെ മഞ്ഞ് കണ്ടായല്ലോ 1-2 പ്രാവശ്യം. നിങ്ങൾ പോയിക്കോ, നമ്മൾ മഞ്ഞ് കാണാത്തവർക്ക്. ഇന്നലെ ഞാന് ശ്രീനഗർ കൂടെ നമ്മളെ മോണോപോഡ് ഉണ്ടല്ലോ, അത് തോളിലിട്ട് പോയിട്ട് ഈ മാസ്ക് ഒക്കെ ഇട്ടിട്ട് എല്ലാരും ഇന്നെങ്ങനെ നോക്കണേ. ഉണ്ടോ കറക്റ്റ് ഒരു എന്താ തോക്കൊക്കെ പിടിച്ച് പോണ സീന്. ഞാൻ നേരെ ലാസ്റ്റ് മാസ്ക് ഒക്കെ താത്തി ഈ സാധനം ഒരു കൈമ പിടിച്ചാണ്ട് ഇങ്ങനെ നടന്ന് ഇപ്പോഴാണ് സമാധാനമായി. മൊത്തത്തിൽ എല്ലാരും ഇങ്ങനെ നോക്കുക. അലമ്പൊലിക്കല്ലേ ചിലപ്പോഴേ ഇതൊക്കെ അങ്ങനല്ല. ആ മലേന്റെ മുകളിൽ നിന്നൊക്കെ മറ്റേ സ്കോപ്പ് ഇട്ട് നിൽക്കണ്ടാവും. അപ്പൊ കഴിച്ച് നമ്മള് ഗുൽമർഗ് പോണ വഴിക്ക് റെന്റിന് എടുക്കണ സ്ഥലത്ത് കയറിയതാട്ടോ. ജസ്റ്റ് നമ്മളെ ഈ ജാക്കറ്റും അതേപോലെ ഷൂവും. അപ്പൊ ഒരു ആദ്യം 350-400 ഒക്കെ പറയും. 350-400 ഒരു പറയും. നമ്മള് 150 പറഞ്ഞു. ലാസ്റ്റ് അവർ നമ്മളെ തിരിച്ചു വിളിച്ച്. അപ്പൊ അത് ബൂട്ടും കവറൊന്നും മറ്റേ കോട്ടും നല്ലതല്ല, കീറിയിരിക്കണു. അപ്പൊ നമ്മൾ അവിടെ പോയി മേടിക്കണം. അത് മതി, ഇത്രേ ഉള്ളൂ. ആവശ്യമില്ലാത്ത പൈസ നമ്മൾ ചെലവാക്കിയത്. കോട്ട് നമ്മളുള്ള തന്നെ മതി. പക്ഷെ ബൂട്ട്സ് മസ്റ്റാണ്. ബൂട്ട് കുറഞ്ഞ റേറ്റിന് തിരഞ്ഞ് തപ്പി നടക്കാണ്. ഇവര് നല്ല ചാമ്പല 400, 450, 300 ഒക്കെ പറയും. പക്ഷെ നമ്മൾ അതിലൊന്നും വികരുത് അല്ലേ? 150 ആണ്. അതെ ഗൈസ്, ഇതിന്റെ ഉള്ളിലാണ് നമ്മളെ ബൂട്ടും കോട്ടൊക്കെ റെന്റിന് ഇട്ടു. ഇങ്ങനത്തെ ഓരോ ചെറിയ ചെറിയ കൂനകൾ ഉണ്ടാവും. തുമാരെ ഷോപ്പ് പൈസ കമ്മി കറോ, കംതി കറോ ഭയ്യ. ജാക്കറ്റ് വേണോ? വേണ്ടല്ലോ. അപ്പൊ ഗൈസ് അമ്മൂനെ നമ്മള് 150 റുപ്യക്ക്, അങ്ങനെ 350 പറഞ്ഞ് 150 റുപ്യക്ക് സെറ്റ് ആക്കിക്കാണ്. मुझे दे दो भैया अपने हाथ में.
അപ്പൊ കഴിച്ച് നമ്മളിപ്പോൾ ഉള്ളത് ഗുൽമർഗിലാണ്. ഗുൽമർഗിൽ മഞ്ഞുണ്ടോ വെച്ചാൽ നല്ല മഞ്ഞുണ്ട്. മഞ്ഞുള്ള നല്ല അടിപൊളി ഏരിയ അതിന്റെ മുകളിലുണ്ട്. 10 കിലോമീറ്റർ 3 കിലോമീറ്ററോളം നമുക്ക് നടന്നാൽ നമുക്ക് അതിന്റെ മുകളിലേക്ക് എത്താം. ഇവിടെ ഭയങ്കര ട്രാഫിക് ഒച്ചമ്പളി നായായിട്ടാണ്. നിങ്ങൾക്ക് ഞാൻ പറഞ്ഞ കേൾക്കണ്ടോ അറിയില്ല. എന്താ പറയാ, ഇതിപ്പോ ജസ്റ്റ് എൻട്രൻസ് ആണ്. നമ്മളെ ഗുൽമർഗിലെ മഞ്ഞുള്ള സ്ഥലത്തേക്ക് എൻട്രൻസ് ആണ്. നമുക്ക് ഞാൻ മഞ്ഞ് കാണിച്ചു തരാം. മീൻസ് മഞ്ഞ് മല കാണിച്ചു തരാം. കണ്ടോ? വൗ, വാട്ട് എ ബ്യൂട്ടിഫുൾ ഗയ്സ്, മഞ്ഞ് മല. സ്നോയിലേക്ക് നടന്നുകൊണ്ടിരിക്കുകയാണ്. വളരെ മനോഹരമായ കാഴ്ചകൾ നിങ്ങൾക്ക് അതിമനോഹരമായ കാഴ്ചകൾ കാണാം. അപ്പൊ പറയൂ, അപ്പൊ നല്ല തണുപ്പുണ്ട്. ഞങ്ങൾ വന്ന ടൈമില് നെയ് ഭയ്യ ये पूरा हमारा पास है. ആദ്യമായിട്ടാണ് മഞ്ഞ് കാണുന്നത്. എങ്ങനെയുണ്ട് എക്സ്പീരിയൻസ്? വണ്ടർഫുൾ, ബ്യൂട്ടിഫുൾ, ഫാന്റാസ്റ്റിക്. ഞാനും ആദ്യമായിട്ടാണ് മഞ്ഞ് കാണുന്നത്. നമ്മൾ മഞ്ഞ് ഇതുവരെ തൊട്ടില്ല കേട്ടോ. മഞ്ഞിഞ്ഞ് തൊട്ടിട്ട് മഞ്ഞിന്റെ സെറ്റപ്പ് കാണിച്ചരാം. നല്ല തിരക്ക, പെരുന്തിരക്ക അവിടെ ഉണ്ടോ? പെരുന്തിരക്കാണ് ഗൈസ് ഇവിടെ, ക്രൗഡഡ്. അപ്പോൾ ഗൈസ് ഇവിടെ നമ്മളെ ഗുൽമർഗ് ഡെവലപ്മെന്റ് അതോറിറ്റിന്റെ വക എന്തൊക്കെയോ പരിപാടികളും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഡാൻസിന്റെ ഒരു ടീം അവിടെ സെറ്റ് ആയിട്ടുണ്ട്. എന്തോ ഡാൻസ് ഒക്കെ ഉണ്ട് തോന്നുന്നു. ഞാൻ റെന്റിന് ഷൂ മാത്രം എടുത്തിട്ടുള്ളൂ കേട്ടോ. അമ്മോന് ജാക്കറ്റും ഷൂ എടുത്ത്. പിന്നെ ഞങ്ങൾ വന്ന ക്ലൈമറ്റ് പറഞ്ഞാൽ ഇപ്പോൾ സൂര്യനൊന്നും കാണാനില്ല, സൂര്യനൊക്കെ പോയി. ഇപ്പോ മറ്റേ സ്നോഫാള് കിട്ടിക്കാച്ചാ പൊളിക്കും. അതെ, ഈ ഷൂ ഇട്ടാല് നമ്മൾ വിചാരിക്കും നല്ല ഗ്രിപ്പുള്ള ഷൂ ആണെന്ന്. ഒരിക്കലും ഗ്രിപ്പുള്ള ഷൂ അല്ല, നല്ല വൈക്കൽ വയ്ക്കും. മൂന്നും കുത്തി പോകാനുള്ള ചാൻസ് കൂടുതലാണ്. നമ്മളിയാ അതെ, ഞാൻ സാമുക്കാണ് പോണത്. സാമുക്ക അല്ല, വഴിക്കണേ നോക്കുക. എനിക്ക് തരണ്ട. മാഷ് ഇതിന് മുന്നേ അങ്ങോട്ട് വന്നോണ്ട് മാഷാണ് ഇപ്പൊ നമുക്ക് വഴികാട്ടിയായിട്ടുള്ളത്. എന്റെ മാഷേ, നമ്മൾ എങ്ങോട്ടാണ് പോകുന്നത്? ഇങ്ങോട്ട് തിരിഞ്ഞെന്ന് പറയും, എന്നാലും ഞങ്ങൾ ഒച്ചയായിക്കോളൂ. ഗുൽമർഗിലെ മലനിരകൾ ലക്ഷ്യമിട്ടുകൊണ്ടാണ് ഗൈസ് നമ്മളിപ്പോൾ നടക്കുന്നത്. തന്നെ തലക്ക് പിടിക്കുന്നേ. അപ്പൊ ഗൈസ്, ഇങ്ങോട്ട് പറയാനുള്ളത് ഒരു സാധനം ഞാൻ കാണിച്ചുതരാം. എന്റെ ബാക്കിൽ കാണുന്നതാണ് മഞ്ഞ്. കണ്ടോ? പടച്ചോൻ ഈ സാധനമൊക്കെ ഉണ്ടാക്കി വെച്ചിട്ടൊന്നും കണ്ടില്ല പറഞ്ഞാലും മോശമാണ്. മനസ്സിലായില്ലേ? മഞ്ഞ് നടക്കിച്ച് നേരെ നോക്കിയാൽ ആ മഞ്ഞിലേക്കാണ് നമ്മൾ പോകുന്നത്. ഗുൽമർഗിൽ നമ്മൾ എങ്ങോട്ടെന്നില്ല നടന്നുകൊണ്ടിരിക്കുകയാണ്. മൊത്തം മഞ്ഞാണ് ഗൈസ്. തേരാപ്പാര നടന്നുകൊണ്ടിരിക്കുകയാണ്. മുകളിലെന്തോ സെറ്റപ്പ് ഉണ്ട്. നമുക്കൊന്ന് ജസ്റ്റ് പോയിക്കാലോ. പോണോ? അവിടേക്ക് വേറെ സ്റ്റെപ്പില്ല. എന്ത് പറ്റി നമ്മടാ? നല്ല രസമുണ്ടല്ലേ? ഇവിടുത്തെ മരങ്ങളാണ് ഏറ്റവും ഇഷ്ടപ്പെട്ടത് അല്ലേ? മരങ്ങളാണ് ഹൈലൈറ്റ് അല്ലേ? ക്രിസ്മസ് ട്രീന്റെ ലുക്ക്. പക്ഷെ ഇതെന്നാൽ ക്യാമറയിൽ ഒരു ക്ലിയർ ഇല്ലാത്ത പോലെ. എന്താ എനിക്ക് മനസ്സിലാവില്ല. ഫോട്ടോ എടുക്കാനുള്ള പരിപാടികളാണ് സുഹൃത്തുക്കളെ. സോളാർ പാനൽ ഉണ്ടായതോ ഇപ്പൊ? പിന്നെ വെയിലില്ല. മഞ്ഞ് നിന്ന് രക്ഷപ്പെടി മരത്തിന്റെ ചോട്ടിൽ വന്ന് കേട്ടോ. ഇല ഉണ്ടായിട്ട് ഇവിടെ മഞ്ഞ് വീണില്ല. ഞങ്ങൾ ചുറ്റോളം കണ്ടോ? അപ്പൊ ഗൈസ്, നോക്കിയ ഗൈസ് കുപ്പി മഞ്ഞിറക്കി
മഞ്ഞറക്കില്ല, അതിൽ വേറെ ആവശ്യം. കുപ്പിയാ ആ ഇവിടെ ചാണകം പോലത്തെ എന്തോ സബ്സ്റ്റൻസ് ഉണ്ട് ഗൈസ്, അത് കാലിലൊട്ടുന്നുണ്ട്. നമ്മളിങ്ങനെ പോണ വഴിക്ക് എല്ലാ സ്ഥലത്തും ഈ ഹട്ട് നമ്പർ 1, 2, 3, 4 ഒക്കെ ഇതിനെന്താ സംഭവം? ഇവിടെ വന്ന് സ്റ്റേ ചെയ്യാനുള്ള പരിപാടിയാവും അല്ലേ? നല്ല നല്ല റേറ്റ് ഉണ്ടാവും മതിയാവും അല്ലേ? അതെ, എത്ര ചാർജ് ചെയ്യുന്ന നമുക്കറിയാം. സത്യം. ഇവിടെ ഒന്നും ഇല്ലൊക്കെ എടുക്കണമെങ്കിൽ ശരിയാ. ഇതൊക്കെ ഇവിടുത്തെ ആക്ടിവിറ്റീസ് ആണ് ഗൈസ്. ഇങ്ങനെ വലിച്ചു കൊണ്ടെടുക്കും, നമ്മളെ പാളയിൽ വലിച്ചു കൊണ്ടെടുക്കണല്ലേ? അതെ, റോട്ടുമ്പ് കൂടെയാണ് അവർ വലിക്കുന്നത്. ചിലപ്പോൾ ഇനി മഞ്ഞിലേക്ക് പോവുകയായിരിക്കും റോട്ടും കൂടെ വലിച്ചിട്ട്. ഇവിടുത്തെ ആൾക്കാരെ മെയിൻ വരുമാന മാർഗങ്ങളിൽ ഒന്ന് ഈ ഗൈഡ് ആയിട്ട് ഇങ്ങനെ വരാൻ നിൽക്കുക. നമ്മളെപ്പോൾ വണ്ടി ഇറങ്ങണ കണ്ട അപ്പം നമ്മളെ വൈത്താല കൂടും. പിന്നെ അതേപോലെ ഈ ചോക്ലേറ്റ് വിൽക്കണവരൊക്കെ കാണാം. നമ്മളെ ഈ ഡയറി മിൽക്ക് തണുപ്പിച്ച് തിന്നുന്ന സാധനങ്ങളുണ്ടല്ലോ, അതൊക്കെ ഒരുത്തനെ കാണിച്ചത്, അതൊക്കെ കേട്ടോ. ഇതെങ്ങനത്തെ സാധനങ്ങൾ, ചോക്ലേറ്റ്, ഡയറി മിൽക്ക്, സിഗരറ്റ് പോലത്തെ സാധനങ്ങളൊക്കെ വിൽക്കണ സെറ്റപ്പുകൾ കാണാം. അപ്പൊ ഗൈസ്, കുറെ ആൾക്കാർ പറഞ്ഞിട്ടുണ്ട് ഇതാണ് സ്വർഗം. സ്വർഗത്തിലും ഒരുപാട് അഴുക്കുചാലുകളുണ്ട് സ്വർഗത്തില്. പിന്നെ സ്വർഗത്തിൽ തണുപ്പ് വളരെ കൂടുതലാണ് ചില സമയങ്ങളിൽ. ഒരു പോലീസ് വണ്ടി ഉണ്ട് അതുകൊണ്ട് നമുക്ക് താത്താം. ഗുൽമർഗിലൂടെ നടന്ന് ഗൊണ്ടാലയിലെത്തി. ആ കേബിൾ കാർ. പക്ഷേ എൻട്രി കിട്ടുമോ? ക്ലോസ് എന്നൊക്കെ പറഞ്ഞു. അപ്പൊ ഗൈസ്, ഇതാണ് നമ്മളെ കേബിൾ കാർ റൈഡ്. ഇതിൽ കയറുകയാണെങ്കിൽ നമുക്ക് അവിടെ എത്താൻ നല്ല സുഖം അല്ലേ ആർസിയ? അപ്പൊ ഗൈസ്, ഇതാണ് നമ്മളെ ഗുണ്ടാല റൈഡ്. ഈ കേബിൾ കാറിൽ ഇങ്ങനെ എന്താ പറയാ, നമ്മൾ ഇതിൽ ഫേസ് 1 ഞങ്ങൾ നെറ്റിൽ നോക്കിയപ്പോൾ ഫുള്ളാണ് കാണിച്ചത്. പക്ഷെ കുറെ കാർ വെറുതെ കയറി പോയിട്ടുണ്ട്. അപ്പൊ നമുക്കൊന്ന് ചോദിച്ചു നോക്കാം. അവിടെ ചോദിച്ചു നോക്കാം. ആരോടാ ചോദിക്കുക? എന്താ മുതലാക്കി അമ്മ മുതലാക്കി ഇങ്ങോട്ട് വാ. നിറങ്ങി 150 രൂപ എടുത്ത് വാങ്ങിയല്ലേ, നിറങ്ങി വാ. അപ്പൊ എന്തായാലും നെറ്റിൽ നോക്കിയപ്പോ നമുക്ക് കിട്ടിയില്ല. നമുക്കൊന്ന് ചോദിച്ചു നോക്കാം അവിടെ കേറിയിട്ട് ഗുണ്ടാല റൈഡ് കിട്ടുമോ. നമ്മുടെ എങ്ങനെയുണ്ട് ഇതുവരെയുള്ള എക്സ്പീരിയൻസ്? എങ്ങനെയുണ്ട്? കേബിൾ കാറിനാണ് നമ്മൾ സത്യം പറഞ്ഞ വന്നതല്ലേ ഇങ്ങോട്ട്. ഞങ്ങൾ ഇന്നലെ വെയിറ്റ് ചെയ്തു, നാളെ വെയിറ്റ് ചെയ്യാൻ സമയമില്ലാത്തതുകൊണ്ട് ഞങ്ങൾ ഇന്ന് തന്നെ പോകും. അതെ, ഗുൽമർഗ് സെറ്റ് ആക്കണം. അൻവർ കെഞ്ചി ചോദിച്ചു ഇതെന്താ പറഞ്ഞ 5 വർഷത്തെ സ്വപ്നാണെന്നൊക്കെ പറഞ്ഞു. അപ്പൊ അത് നടത്തില്ല. എനിക്ക് ആദ്യം അറിയാം, എനിക്കൊരു പ്രതീക്ഷയില്ലേ. പക്ഷെ ഈ ഗുണ്ടാല റൈഡ് കിട്ടിയാലാണ് നമ്മളെ ഗുൽമർഗിലെ ഗുൽമർഗ് അതെ ആ നല്ല തണുപ്പ് വരിഞ്ഞ്. അപ്പോൾ ഗൈസ്, ഞാനിപ്പോൾ ഉള്ളത് നമ്മളെ ഗുണ്ടാല റൈഡിൻ്റെ ഏതോ ഒരു ഭാഗത്താണ്. സത്യം പറഞ്ഞാൽ നടന്നു കൊയങ്ങി. ഇപ്പോൾ സമയം ഇരുട്ടിക്കൊണ്ടിരിക്കുന്നുണ്ട്. കൂടുതൽ ഇരുട്ടായാൽ പണി കിട്ടും. അയ്യോ. 2020 മണാലി എന്ന് പറഞ്ഞ് ഞങ്ങളൊരു ഗ്രൂപ്പ് തുടങ്ങി. 2021 22 നമുക്കത് ചില സാങ്കേതിക തകരാറുകളും കാരണങ്ങളും മൂലം നമുക്കത് പോകാൻ സാധിച്ചില്ല. പക്ഷെ 2023 അതായത് 2024 തുടങ്ങുന്നതിന് മുമ്പ് 2023 ഡിസംബർ 24 ഞങ്ങൾ ജീവിതത്തിൽ ആദ്യമായി മഞ്ഞ് കണ്ടു സുഹൃത്തുക്കളെ. അപ്പോ എന്താ പറയാ, ജീവിതത്തിലെ വളരെ വളരെ വലിയ മനോഹരവും സുന്ദരവും ഒക്കെ പറഞ്ഞെടുക്കടാ. അതെ, ജീവിതത്തിലൊരു ഒരു സ്വപ്നം. പക്ഷെ ഞാൻ പറയട്ടെ, ഞങ്ങള് മണാലിയിലേക്ക് അല്ല കേട്ടോ വന്ന്. മണാലിയിൽ മഞ്ഞ് കുറവാന്ന് കുറെ ആൾക്കാർ പറഞ്ഞു. കാണാണെങ്കിൽ പിന്നെ കാശ്മീരിൽ നല്ല മഞ്ഞുണ്ട്. ഇതവിടെയൊക്കെ നോക്കി കണ്ടോ, അതിന്റെ ചുറ്റോട് നോക്കി മൊത്തം മഞ്ഞാണ്. ഇനി ഒരു ജനുവരി ഫെബ്രുവരി മാസങ്ങളിലൊക്കെ ആണെങ്കിൽ പൊളിച്ചടിക്കീനില്ലേ. കാശ്മീർ മൊത്തം മലയാളികളാ. മീൻസ് കുറെ മലയാളീസ് ഒക്കെ കോഴിക്കോട്, മലപ്പുറം, കാസർഗോഡ്, കണ്ണൂർ, തലശ്ശേരി, പിന്നെ നാദാപുരം. എല്ലാം ഞാൻ പറയാം. അങ്ങനെയുള്ളവരാണ് അധികം ഉള്ളത്. അപ്പോൾ ഓരൊക്കെ ഒരുപാട് ആൾക്കാർക്ക് സ്നോഫാൾ ഓൾറെഡി കിട്ടി. ഞങ്ങൾ കിട്ടും എന്നുള്ള പ്രതീക്ഷയിലാണ് ഇങ്ങനെ നടന്നത്. കിട്ടുമെന്ന് വിചാരിക്കാം. പക്ഷെ എന്നാലും ആലോചിക്കുക, നമ്മുടെ 3 വർഷത്തെ സ്വപ്നം അല്ലെങ്കിൽ ജീവിതത്തിലൊരു ആഗ്രഹം നിറവേറി. ഞാൻ പറയട്ടെ, നമ്മളിങ്ങനെ പൈസ ഒരുപാട് ഉണ്ടാക്കിച്ചിട്ട് കാര്യമില്ല. ചില സമയങ്ങളിൽ നമ്മളീ ഒരുമാതിരി തലവേനയെന്ന് ഒരുമാതിരി ചൊറ പരിപാടി നിന്നൊക്കെ ഒന്ന്, മീൻസ് നമ്മളെ ലൈഫിലെ തിരക്കുകളിൽ നിന്നൊക്കെ ഒന്ന്
ഒഴിഞ്ഞു മാറി ഇങ്ങനെ ഒരു 4-5 ദിവസം ഇതേമാതിരി നമുക്ക് ഇഷ്ടപ്പെട്ട പോലെ ഇഷ്ടപ്പെട്ട രീതിയിൽ ജീവിക്കുകയാണെങ്കിൽ നാടുമായിട്ട് ഒരു കണക്ഷനും ഇല്ല നമ്മൾ ടോട്ടലി റേഞ്ച് കൂടി ഇല്ല. അപ്പൊ നമുക്ക് വേറെ കാര്യം പറയാണ്ട്. അപ്പൊ കഴിച്ചു നമ്മൾ അടുത്ത പരിപാടി എന്താ വെച്ചാൽ നമ്മൾ സ്നോമാൻ ഉണ്ടാക്കാൻ പോവാണ്. എടാ സ്നോമാന് വേറെന്തോ പേര് അറിയില്ലടാ. സ്നോമാന് വേറെന്തോ പേര് മഞ്ഞു മനുഷ്യൻ ഉണ്ടാക്കാണ് ഗൈസ് കൂട്ട്. അപ്പൊ ഗൈസ് അൻവർക്ക് നമുക്ക് സ്നോമാൻ ഉണ്ടാക്കി തരാൻ പോവാണേ. എല്ലാരും കൂടി കൂടിയിട്ട് ഉണ്ടാക്കണം. എടാ എടാ അങ്ങോട്ട് നോക്കി, ഈ കല്ലിന്റെ മേലെ മഞ്ഞ് മാറിയിട്ട് വയ്ക്കാ. ഞാൻ പറഞ്ഞ അത്ര റിസ്ക് ആക്കണ്ട വെച്ചിട്ടാ. മെല്ലെ ഉണ്ടാക്കിയുള്ളൂ, സമയമുണ്ട് നമുക്ക്. പ്രൊഫഷണലാണ്, പ്രൊഫഷണൽ. തേപ്പ് പടവ് സെന്ററിങ് മൂക്ക് നമുക്ക് പോർന്ന് ഐസിന് ലിപ്സ്റ്റിക് ഇട്ട് കൊടുക്കേ. വലിയ തലയാണോ? അതെന്താണത്? ഇത് എടാ മണ്ട. മഞ്ഞ് മനുഷ്യനല്ല ഗൈസ്, ഇത് മഞ്ഞ് ദേവതയാണ്. മഞ്ഞ് മനുഷ്യന്റെ കൈ വെച്ചിരിക്കുന്നു. സ്നോമാൻ ഉണ്ടാക്കലോ? ഞാൻ ചിരിപ്പിക്ക്. അല്ല അതിൻ്റെ ഉള്ളിൽ ഒരു കൊമ്പ് കുത്തിയാ. ഇത് പിടിക്ക് അല്ലാതെ പോർട്രേറ്റോ അതിന്റെ ചുണ്ട് വെച്ചോടിക്കും. അപ്പൊ ഗൈസ് സീന് മഞ്ഞ് മനുഷ്യനാണല്ലോ. എന്റെ ഉരിക്കോ ഗൈസ്, എന്റെ സ്കാർഫ് കൊടുക്കും മനുഷ്യന്. മുണ്ടാട്ടാ സെറ്റ് കുത്തി ഇറക്കി വെക്കാലോ, നമുക്ക് തലെടുത്താലോ. ഹാപ്പി ഫേസസ്. അപ്പൊ ഗൈസ് നമ്മൾ ഉണ്ടാക്കിയ അത് ഫർസിയാണ്. ഫർസി വെച്ചൊരു അല്ല ഫർസി അക്കോ സെറ്റ് ചെയ്ത് തരും. അപ്പൊ ഗൈസ് ഗൈസ് നോക്ക് ഗൈസ്, നമ്മുടെ എടാ അതല്ല ഞാൻ പറയട്ടെ, സ്നോമാൻ നമുക്കൊരു പേരിടണം. അപ്പൊ ഗൈസ് അടുത്ത പരിപാടി എന്താ വെച്ചാൽ നമ്മളെ സ്നോമാൻ ഒരു പേരിടലാണ്. എന്ത് പേരിടും? പോയി കിടന്നു. സ്നോ സാന്റ. അപ്പൊ ഗൈസ് ഇതാണ് നമ്മുടെ സ്നോ സാന്റ വേർഷൻ 2.0. ഇരുടായി നായിക്കളെ പേരെ പോണ്ടേ. എന്താ കളിക്കണേ?